ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, ശാലോം ടെലിവിഷൻ്റെ വചനം തിരുവചന ശുശ്രൂഷയിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് യേശുവിൻ്റെ ശിരസ്സും ഞാനും എന്നതിനെ പറ്റിയാണ്. ബൈബിൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു, നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരമാണ്, ക്രിസ്തു നമ്മുടെ ശിരസ്സാണ്. ഒരു മനുഷ്യ ശരീരത്തിലേക്ക് നോക്കുമ്പോൾ ശിരസ് എത്രമാത്രം പ്രാധാന്യമുള്ളതാണോ അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ സ്ഥാനം. നമുക്കറിയാം, റോഡ് ആക്സിഡൻറ്റിൽ തലയടിച്ചു വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹെൽമറ്റ് വെച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നത്. സ്കൂട്ടറിൽ പോകുന്ന ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ കയ്യിലും നെഞ്ചത്തും കാലിലും ഒന്നും എന്തെങ്കിലും കെട്ടിവെക്കണമെന്ന് ഗവൺമെൻറ് ഒരു സ്ഥലത്ത് നിയമം ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഹെൽമറ്റ് വെച്ചിരിക്കണമെന്ന് വളരെ നിർബന്ധം പിടിക്കുകയാണ്. കാരണം ബാക്കി ഏത് ഭാഗം അടിച്ചു വീണാലും ആൾക്ക് എന്തെങ്കിലുമൊക്കെ അപകടം പറ്റുമെങ്കിലും ചിലപ്പോൾ ഒരു ഭാഗം മുറിച്ചു മാറ്റേണ്ടി വന്നാൽ പോലും ജീവൻ അത് പെട്ടെന്ന് അപകടം ചെയ്യുന്നില്ല. എന്നാൽ തലയടിച്ച് റോഡിൽ വീഴുകയാണെങ്കിൽ ബാക്കി ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒരു കുഴപ്പമില്ല എങ്കിലും, ഒരു മുറിവേറ്റിട്ടില്ലെങ്കിൽ പോലും തല അടിച്ചൊരു വ്യക്തി റോഡിൽ വീണാൽ ആ വ്യക്തിക്ക് മരണം സംഭവിക്കാൻ വളരെ സാധ്യതയുള്ളതിനാലാണ് അവർ ഹെൽമറ്റ് വെച്ച് പോകണം എന്ന് ഗവൺമെൻറ്റുകൾ നിയമമുണ്ടാക്കിയിരിക്കുന്നത്. ഞാനിന്നത് പറയാനായിട്ട് കാരണം, ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്, യേശു ക്രിസ്തു നമ്മുടെ ശിരസ്സാണ്, നമ്മൾ യേശുവിൻ്റെ ശരീരമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കണം, യേശു നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ജാഗരൂകതയുള്ളവരായിരിക്കണം. നമ്മുടെ ശിരസ് നഷ്ടപ്പെട്ട ഒരു ശരീരം പോലെ ആയിത്തീരാൻ വിശ്വാസികൾക്ക് സാധ്യത വളരെ കൂടുതലാണ് പാവം നിറഞ്ഞ ഈ ലോകത്തിൽ. അതുകൊണ്ട് ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, കർത്താവ് നമ്മുടെ ശിരസ്സാണെന്നുള്ള ആ വസ്തുത കൃത്യമായിട്ട് നമ്മുടെ ഹൃദയങ്ങളിൽ എഴുതുകയും ആ ബോധ്യത്തിൽ നമ്മൾ ജീവിക്കുകയും ചെയ്യണം. നമുക്കറിയാം, നമ്മുടെ ശിരസ് നന്നായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരം മുഴുവൻ നന്നായിട്ട് പ്രവർത്തിക്കും. നിങ്ങൾക്കറിയാമോ, ഒരു മനുഷ്യൻ്റെ മലമൂത്ര വിസർജനം പോലും നിയന്ത്രിക്കപ്പെടുന്നത് അവൻ്റെ ശിരസിൻ്റെ അകത്തുള്ള ചില പ്രത്യേക കേന്ദ്രങ്ങളിലാണ്. ശരീരത്തിൻ്റെ ഏറ്റവും താഴെ ഭാഗത്തെ ചലനങ്ങളെപ്പോലും, നമ്മുടെ കാലിൻ്റെ പെരുവിരലിൻ്റെ ചലനത്തെപ്പോലും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ ശിരസിൻ്റെ അകത്തെ ചില പ്രത്യേക കേന്ദ്രങ്ങളാണ്. നമ്മുടെ സംസാരം, നമ്മുടെ കേൾവി, മണം പിടിക്കാനുള്ള കഴിവ് ഒക്കെ കിട്ടുന്നത് എല്ലാം ശിരസ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ശിരസിനെ സൂക്ഷിക്കണമെന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ വചനം തിരുവചന ശുശ്രൂഷയിൽ യേശു നമ്മുടെ ശിരസ് എന്ന വിഷയത്തിൽ ചിന്തിക്കുമ്പോൾ ശരീരമാകുന്ന നമുക്കത് എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്നതുകൂടി നമ്മൾ ഇന്ന് വിചിന്തനം ചെയ്യുകയാണ്. ഒന്നാമതായിട്ട്, യേശുവിൻ്റെ ശിരസ് അഭിഷേകം ചെയ്യപ്പെട്ട ശിരസ്സാണ്. കർത്താവിൻ്റെ ശിരസിൻ്റെ ആദ്യത്തെ പ്രത്യേകത അത് അഭിഷേകം ചെയ്യപ്പെട്ട ശിരസ് എന്നതാണ് അർത്ഥം. വെളിപാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, അവൻ്റെ ശിരസ്സും മുടിയുമാകട്ടെ വെൺമഞ്ഞ് പോലെയും വെൺകമ്പിളി പോലെയും ധവളമാണ്. യേശുവിൻ്റെ ശിരസിനെ പറ്റി യോഹന്നാൻ മനോഹരമായൊരു ദർശനം കാണുകയാണ്. ആ ദർശനത്തിൽ യേശുവിൻ്റെ ശിരസ് അപ്പൂപ്പൻ താടി പോലെ വെള്ള നിറമുള്ള മുടിയും ശിരസ്സുമാണ് കാണുന്നത്. യേശു മരിച്ചത് 33-ാമത്തെ വയസ്സിലാണെങ്കിലും യോഹന്നാൻ പത്മോസിൻ്റെ ദ്വീപിൽ യേശുവിനെ ദർശനത്തിൽ കാണുമ്പോൾ യേശുവിൻ്റെ ശിരസ് ചെറുപ്പക്കാരുടെ മുടി പോലല്ല ഇരിക്കുന്നത്, വളരെ പ്രായം ചെന്ന വല്യപ്പച്ചന്മാരുടെ മുടി പോലെ, അപ്പൂപ്പൻ താടി പോലെ നല്ല വെള്ള മുടിയോടുകൂടി കാണിക്കുകയാണ്. അത് പ്രായത്തെ അല്ല അവിടെ കാണിക്കുന്നത്, യേശുവിൻ്റെ ശിരസിൻ്റെ പരിശുദ്ധിയെയും പക്വതയുമാണ് അവിടെ കാണിക്കുന്നത്. യേശുവിൻ്റെ ഹോളിനെസ്സിനെയാണ് അവിടെ കാണിക്കുന്നത്. യേശുവിൻ്റെ വിശുദ്ധി നിറഞ്ഞ ജീവിതത്തെയും യേശുവിൻ്റെ പരിശുദ്ധി നിറഞ്ഞ അഭിഷേകത്തെയുമാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് യേശുവിൻ്റെ ശിരസ് അഭിഷേകം ചെയ്യപ്പെട്ട ശിരസ്സാണ്. മത്തായി സുവിശേഷം 26-ാമത്തെ അധ്യായത്തിൽ യേശു കുഷ്ഠരോഗിയായ ശിമയോൻ്റെ ഭവനത്തിലിരിക്കുമ്പോൾ ആ സ്ഥലത്തെ പാപിനിയായ ഒരു സ്ത്രീ കടന്നു വന്ന് യേശുവിൻ്റെ ശിരസിൽ തൈലാഭിഷേകം നടത്തുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ താളുകളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അത് നല്ലൊരു അഭിഷേകം ചെയ്യലായിരുന്നു. എന്നാൽ അതിനേക്കാളും ശക്തമായ ഒരു അഭിഷേകം യേശുവിൻ്റെ ജീവിതത്തിൽ 30-ാമത്തെ വയസ്സിൽ സംഭവിക്കും നമ്മൾ കാണുന്നു. യേശു ജോർദാൻ നദിയിൽ സ്നാനപ്പെടുന്ന സമയത്ത് യോഹന്നാൻ സ്നാപകൻ അവിടെ ജനങ്ങളെ സ്നാനപ്പെടുത്തുമ്പോൾ കൂട്ടത്തിൽ ഒരുവനായി വളരെ എളിമയോടെ നിന്ന് യേശു സ്നാനം സ്വീകരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെടുന്നതും പരിശുദ്ധാത്മ അഭിഷേകം
യേശുവിൻ്റെ മേൽ വരുന്നത് നമ്മൾ വായിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനം 10-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ വചനം പറയുന്നു, ദൈവം നസറാനായ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും എപ്രകാരം അഭിഷേകം ചെയ്തുവെന്നും അവൻ നന്മ പ്രവർത്തിച്ചുകൊണ്ടും പിശാചിനാൽ പീഡിപ്പിക്കപ്പെട്ടവരെ സുഖപ്പെടുത്തിക്കൊണ്ടും എപ്രകാരം ചുറ്റി സഞ്ചരിച്ചുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. യേശുവിൻ്റെ മേൽ വന്ന അഭിഷേകത്തെപ്പറ്റി അപ്പോസ്തല പ്രവർത്തനം 10-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് എഴുതി വച്ചിരിക്കുന്നതാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞ വചനഭാഗം. ദൈവം നസറാനായ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. യേശുവിൻ്റെ ആദ്യത്തെ പ്രസംഗം തന്നെ ഇങ്ങനെയാണ്, അന്തർക്ക് കാഴ്ച കൊടുക്കാൻ, ദരിദ്രരെ വിടുവിക്കും, ദരിദ്രരോട് സുവിശേഷം പറയാൻ, ബന്ധിതരെ മോചിപ്പിക്കാൻ, തടവുകാരെ സ്വതന്ത്രരാക്കാൻ എന്നെ പിതാവ് അയച്ചിരിക്കുന്നു. ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത്രയും പറഞ്ഞത് എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾ ഇന്ന് വൈകുന്നേരം നിങ്ങളുടെ തലയിൽ കുറേ എണ്ണ കോരി ഒഴിക്കുക. എണ്ണ എന്ന് പറഞ്ഞാൽ ഒരു 7-8 സ്പൂൺ എണ്ണ എടുത്ത് ഒഴിക്കുക. 7-8 സ്പൂൺ എണ്ണ എടുത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ എന്നിട്ട് നിങ്ങൾ ചുമ്മാ ഇരിക്കുക. നിങ്ങൾ കുറേ നേരം കഴിഞ്ഞ് അവിടെ ചുമ്മാ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങളുടെ തലയിൽ ഒഴിച്ച എണ്ണ ശിരസ്സിൽ നിന്ന് താഴോട്ടിറങ്ങി, നിങ്ങളൊന്നും ചെയ്യേണ്ട, അത് കഴുത്തിലൂടെ വന്ന് കുറേ കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിലൂടെ ഇറങ്ങി വരുന്നു. ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ഈ എണ്ണ പതുക്കെ പതുക്കെ വ്യാപിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ശിരസിലാണ് എണ്ണ ഒഴിച്ചതെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ശരീരം മുഴുവനും ഒഴുകി വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. യേശു ക്രിസ്തു നമ്മുടെ ശിരസും നമ്മൾ യേശുവിൻ്റെ ശരീരവുമാണെങ്കിൽ യേശുവിൻ്റെ ശിരസിൽ പിതാവ് അഭിഷേകം ചെയ്ത അഭിഷേകം എനിക്കും നിങ്ങൾക്കും ഒഴുകിക്കിട്ടുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. നമ്മൾ ശിരസിനോട് ചേർന്ന് നിൽക്കുമ്പോൾ, നമ്മൾ ശിരസിനോട് ഐക്യപ്പെട്ട് നിൽക്കുമ്പോൾ, പ്രാർത്ഥനയിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും വചനത്തിലൂടെയും നമ്മൾ ശിരസിനോട് ഒട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ ശിരസിൽ വന്നു വീണ അതേ അഭിഷേകം തന്നെ നമ്മുടെ പുറത്തും പിതാവായ ദൈവം അയക്കുകയാണ്. യേശുവിന് എന്തെല്ലാം ദൈവം കൊടുത്തോ അത് മുഴുവൻ നമുക്കും പിതാവ് തരികയാണ്. 1 യോഹന്നാൻ 2-ാം അധ്യായം 20-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, പരിശുദ്ധനായവൻ നിങ്ങളെ അഭിഷേകം ചെയ്തിട്ടുണ്ടല്ലോ. 1 യോഹന്നാൻ 2-ാം അധ്യായം 27-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം നിങ്ങളിൽ നിലനിൽക്കുന്നു. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ നോക്കി ദൈവം പറയുകയാണ്, യേശുവിന് കൊടുത്തതുപോലത്തെ ഒരു അഭിഷേകം ദൈവം നമുക്കും തന്നിരിക്കുന്നു. പരിശുദ്ധനായവൻ നിങ്ങളെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം നിങ്ങളിൽ നിലനിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഓർക്കണം, ഇത് വൈദികർക്ക് മാത്രമല്ല, മാർപ്പാപ്പയ്ക്ക് മാത്രമല്ല, സിസ്റ്റേഴ്സിന് മാത്രമല്ല, കാർഡിനൽസിന് മാത്രമല്ല, ആത്മായ വചനപ്രഘോഷകർക്ക് മാത്രമല്ല, സകലർക്കും ഏത് ജീവിതാന്തസ്സിൽപ്പെട്ടവർക്കും ദൈവം ഈ അഭിഷേകം അയക്കുകയാണ്. അമേരിക്കയിലെ പ്രശസ്തനായ ഒരു സർജൻ, ഒരുപാട് പ്രാർത്ഥിക്കുന്ന, യേശുവിനോട് ചേർന്ന് ജീവിക്കുന്ന ഒരു സർജൻ, അദ്ദേഹം തൻ്റെ ശസ്ത്രക്രിയകൾ, തൻ്റെ സർജറി ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഒരുപാട് നേരം പ്രാർത്ഥിക്കും. വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റ്, നമ്മളൊരു ധ്യാനമൊക്കെ നടത്താൻ പോകുന്നത് പോലെയാണ്. ധ്യാനം നടത്തുമ്പോൾ ധ്യാന ഗുരുക്കന്മാർ ഒരുപാട് സമയം പ്രാർത്ഥിച്ചിട്ടാണ് ഒന്ന് പ്രസംഗിക്കുന്നത്. ഇതുപോലെ ഈ ഡോക്ടർ തൻ്റെ സർജറി ദിവസം സാധാരണ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ 2-3 മണിക്കൂറുകൾ അധിക നേരം പ്രാർത്ഥിച്ചിട്ടാണ് അദ്ദേഹം തൻ്റെ തിയേറ്ററിലേക്ക് കടന്നു വന്ന് തൻ്റെ രോഗികളെ സർജറി ചെയ്യുന്നത്. അതിനെപ്പറ്റി പത്രക്കാർ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ആ എളിമയുള്ള ഡോക്ടർ പറഞ്ഞത് ഇപ്രകാരമാണ്, അഭിഷേകമുള്ള ദിവസത്തെ സർജറിയും അഭിഷേകം ഇല്ലാത്ത ദിവസത്തെ സർജറിയും എനിക്ക് നന്നായിട്ടറിയാം. നന്നായിട്ട് ഓയിൽ ഒഴിച്ച് നന്നായിട്ട് സർവീസ് ചെയ്ത ഒരു കാർ ഓടിക്കുന്നതും അനേക വർഷങ്ങളായി ഓയിൽ ചേഞ്ച് ചെയ്യാത്ത, എണ്ണ മാറ്റാത്ത, കരിയോയിൽ പിടിച്ച ഒരു കാർ ഓടിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാകുന്നത് പോലെ തന്നെ എൻ്റെ പുറത്ത് അഭിഷേകം കടന്നു വരുമ്പോൾ, അന്ന് ഞാൻ കത്തിയെടുത്ത് കയ്യിൽ പിടിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വ്യാപരിക്കുന്നു. ഞാൻ രോഗിയെ കീറുമ്പോൾ അത് അഭിഷേകത്തോടെയാണ് കീറുന്നത്. ഞാൻ രക്തക്കുഴലുകൾ മുറിക്കുമ്പോൾ അത് അഭിഷേകത്തോടെയാണ് മുറിക്കുന്നത്. അന്ന് ദൈവം എൻ്റെ കൈക്ക് പിടിച്ച് സർജറി ചെയ്യിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. തെറ്റുകൾ പറ്റുന്നില്ല, രോഗിക്ക് ബ്ലീഡിങ് ഉണ്ടാകുന്നില്ല, രോഗിക്ക് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നില്ല, രോഗി മരിക്കുന്നില്ല, രോഗിക്ക് അപകടമൊന്നും സംഭവിക്കുന്നില്ല, രോഗി എത്രയും പെട്ടെന്ന് സൗഖ്യമായി തിരിച്ചു പോകുന്നു. അന്ന് ആ തിയേറ്റർ മുഴുവൻ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. കൂടെ സഹായിക്കുന്ന നഴ്സുമാർക്കെല്ലാം അഭിഷേകം, കൂടെ നിൽക്കുന്ന എല്ലാ സ്റ്റാഫിനും അഭിഷേകം. എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. 8-9 മണിക്കൂറുകൾ നീളുന്ന സർജറി ആണെങ്കിൽ പോലും ആർക്കും പരാതിയില്ല. മുഴുവൻ സമയവും ദൈവം കൂടെ നിൽക്കുന്നത് പോലെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ അഭിഷേകമുള്ള നേഴ്സുമാരെ ഞാൻ കണ്ടിട്ടുണ്ട്, അഭിഷേകമുള്ള ടീച്ചർമാരെ കണ്ടിട്ടുണ്ട്. സയൻസ് പഠിപ്പിക്കുന്നവരായിരിക്കാം,
കണക്ക് പഠിപ്പിക്കുന്നവരായിരിക്കും, ആരും ആയിക്കോട്ടെ. അവർ ക്ലാസ്സിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ കുട്ടികളെല്ലാം ശാന്തരാകുന്നു. പലപ്പോഴും ഒരു വടി പോലും എടുക്കേണ്ട കാര്യമില്ല. അവർ കടന്നു വരുമ്പോൾ തന്നെ എന്തോ ഒരു ശാന്തതയാണ്. പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം അവരുടെ ജീവിതത്തിൽ കടന്നു വരികയാണ്. നമ്മളെല്ലാവരും മദർ തെരേസയെക്കുറിച്ച് ഇന്ന് ഒരുപാട് കേട്ടിട്ടുണ്ട്. മദർ തെരേസ വിശുദ്ധയാണെന്ന് ഓർത്ത് നമ്മൾ സന്തോഷിക്കുന്നു, വിശുദ്ധയാക്കാൻ പോകുന്നു. മാർപ്പാപ്പ ഭാരതത്തിൽ കടന്നു വരാൻ പോകുന്നു, ഇവിടുന്ന് പ്രധാനമന്ത്രി അടക്കം റോമിലേക്ക് പോകാൻ പോകുന്നു. എല്ലാവരും ഒത്തിരി സന്തോഷത്തിലാണ്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഇതിനെല്ലാം കാരണമായി തീർന്ന ഒരു സംഭവം അനേകർക്ക് അറിയത്തില്ല. നിങ്ങൾക്കറിയാമോ? മദർ തെരേസയുടെ അപ്പച്ചൻ, ചാച്ചൻ കുഞ്ഞുനാളിലെ മരിച്ചു പോയതാണ്. വിധവയായ അമ്മ ചെറുപ്പക്കാരിയായിരുന്നു. അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടാണ് കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവന്നത്. അപ്പോൾ മദർ തെരേസ കുഞ്ഞായിരുന്നപ്പോൾ പേര് ആഗ്നസ് എന്നായിരുന്നു. ഈ ആഗ്നസ് എന്ന് പേരുള്ള മദർ തെരേസ കുഞ്ഞായിരിക്കുമ്പോൾ ഒരു കാഴ്ച കാണുമായിരുന്നു. തൻ്റെ വിധവയായ അമ്മ എന്നും വീട്ടിൽ നിന്നും ഒരു പ്രത്യേക സമയമാകുമ്പോൾ എന്തോ പൊതിഞ്ഞെടുത്തിട്ട് വീട്ടിൽ നിന്നും പോകുന്നു. പിന്നീട് ഒരു 3 മണിക്കൂർ കഴിഞ്ഞേ വീട്ടിലെത്തത്തുള്ളൂ. ആഗ്നസിന് സംശയമായി, എന്താണ് എൻ്റെ ചെറുപ്പക്കാരിയായ അമ്മ ചെയ്യുന്നത്? ആകപ്പാടൊരു ഭയം, ആകപ്പാടൊരു ഉത്കണ്ഠ. ചാച്ചനാണെ വീട്ടിലില്ല, എന്താണ് സംഭവിക്കുന്നത്? ഒരു പിടുത്തവുമില്ല. ഒരു ദിവസം ഈ ആഗ്നസ് തീരുമാനിക്കുകയാണ്, എൻ്റെ അമ്മ എന്താ ചെയ്യുന്നെന്നൊന്ന് അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. അങ്ങനെ അമ്മച്ചി കാണാതെ അമ്മച്ചിയുടെ പുറകെ ഒളിച്ചും പാത്തും അമ്മച്ചിയുടെ പുറകെ ദീർഘദൂരെ യാത്ര ചെയ്തു. ആഗ്നസ് കണ്ടു, അമ്മ ഒരു വീട്ടിൽ ചെല്ലുന്നു, കോളിംഗ് ബെൽ അടിക്കുന്നു, ആരോ തുറക്കുന്നു, വാതിലടയ്ക്കുന്നു. ആഗ്നസിന് ജിജ്ഞാസയായി. ആഗ്നസ് സൈഡിലുള്ള ജനലിൻ്റെ കർട്ടൻ മാറ്റി മുറിയിലേക്ക് ഒളിഞ്ഞു നോക്കുകയാണ്. എന്താണ് തൻ്റെ അമ്മ ചെയ്യുന്നത്? വിധവയായ അമ്മ, ചെറുപ്പക്കാരിയായ അമ്മ, സുന്ദരിയായ അമ്മ. അപ്പോൾ ഒരു കാഴ്ച കണ്ടു. വസ്ത്രത്തിൻ്റെ അകത്ത് ഒളിച്ചു വച്ചിരുന്ന പൊതി പുറത്തേക്കെടുത്ത് അതിൻ്റെ അകത്തുണ്ടായിരുന്ന ഭക്ഷണം പാവപ്പെട്ട രോഗിക്ക് വാരി കൊടുക്കുകയാണ്. വാ തുറന്ന് സ്പൂൺ എടുത്ത് വെച്ച് പതുക്കെ കോരി കൊടുത്തതിന് ശേഷം ആ രോഗിയെ വൃത്തിയാക്കിയിട്ട് തൻ്റെ അമ്മ തിരിച്ച് തൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഈ ജനൽപ്പാളികളിലൂടെ ഈ കാഴ്ച കണ്ടുകൊണ്ടിരുന്ന ആഗ്നസിൻ്റെ നെഞ്ചിലേക്ക് ഇടിത്തി വീഴുന്നത് പോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനമുണ്ടാകുകയാണ്. പ്രിയപ്പെട്ടവരെ, മദർ തെരേസ എങ്ങനെയാണ് മദർ തെരേസയായിട്ട് മാറിയത്? ആരും പ്രസംഗിച്ചിട്ടല്ല, ആരും ക്ലാസ് എടുത്തിട്ടല്ല, നീ പാവങ്ങളെ ശുശ്രൂഷിക്കണമെന്നുള്ള ഒരു വൈദികൻ്റെ ഞായറാഴ്ച പ്രസംഗം കേട്ടിട്ടല്ല, നായ്ക്കമ്പറമ്പിലച്ചൻ്റെ ധ്യാനം കൂടിയിട്ടല്ല, പോട്ടെ പോയിട്ടല്ല, എങ്ങും പോയിട്ടല്ല. തൻ്റെ സാധാരണക്കാരിയായ അമ്മയുടെ പുറത്തുണ്ടായിരുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, കാരുണ്യത്തിൻ്റെ അഭിഷേകം അമ്മയുടെ പുറത്തുണ്ടായിരുന്നത് വെറും ഒറ്റ ദിവസത്തെ കാഴ്ചയിൽ ആഗ്നസ് എന്ന് പറയുന്ന കൊച്ചു പെൺകുട്ടി കണ്ടു. അവളുടെ ഹൃദയത്തിൽ തീരുമാനമെടുക്കുകയാണ്, പാവപ്പെട്ടവർക്ക് വേണ്ടി, വേദനിക്കുന്നവർക്ക് വേണ്ടി, കരയുന്നവർക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം മാറ്റിവെക്കുന്നു. അവൾ ഭാരതത്തിലേക്ക് പിന്നീട് കടന്നു വരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട മദർ തെരേസയാകുന്നു ഇതാ വിശുദ്ധിയായിട്ട് പ്രഖ്യാപിക്കപ്പെടാൻ പോകുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട അപ്പന്മാരെ, അമ്മമാരെ, പപ്പമാരെ, മമ്മിമാരെ, ഒരു കാര്യം വളരെ വ്യക്തമാണ്. കുഞ്ഞുങ്ങളെ വെറുതെ ക്രിസ്ത്യൻ ധ്യാനത്തിന് പറഞ്ഞു വിട്ടത് കൊണ്ട് മാത്രം കാര്യമില്ല. തീർച്ചയായിട്ടും ധ്യാനത്തിന് വിടണം, നല്ലതാണ്. പക്ഷേ കുഞ്ഞുങ്ങളാരും ഇന്ന് വരെ ധ്യാനം കൂടി മാത്രം ഒരു കുഞ്ഞു മാനസാന്തരപ്പെട്ടിട്ടില്ല. അഥവാ അവിടെ വെച്ച് മാനസാന്തരപ്പെട്ടാലും അവൻ്റെ മാനസാന്തരം വീട്ടിൽ വന്ന് 3 ആഴ്ച കഴിയുന്നതിന് മുമ്പേ അവൻ്റെ മാനസാന്തരം പൊടിഞ്ഞു പോകും. അവൻ്റെ മാനസാന്തരത്തെ അവൻ കുഴിച്ചിടും, അതിന് ശവടക്ക് നടത്തും. കാരണം വീട്ടിൽ അവന് കിട്ടുന്നത് വേറെ ധ്യാനമാണ്, വീട്ടിൽ അവന് കിട്ടുന്നത് സാത്താൻ്റെ ധ്യാനമാണ്. അതോടെ ക്രിസ്ത്യൻ ധ്യാനം കൂടി അവൻ്റെ ക്രിസ്ത്യൻ ധ്യാനം പൊളിയും. മദർ തെരേസയ്ക്ക് സംഭവിച്ചത്, അഭിഷേകം നിറഞ്ഞ അമ്മച്ചിയോടൊപ്പം ജീവിക്കാൻ അവൾക്ക് സാധിച്ചത് അവളുടെ ജീവിതത്തെ മാറ്റിമറിച്ച് കളയുകയാണ്. ഇന്ന് തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട അപ്പന്മാരെ, അമ്മമാരെ, നിങ്ങൾക്ക് ഒരുപക്ഷെ വട്ടായിലച്ചനെ പോലെ പ്രസംഗിക്കാൻ പറ്റില്ല, ബെന്നി പുന്നത്തറ ബ്രദറിനെ പോലെ ഒരു ടെലിവിഷൻ ചാനൽ തുടങ്ങാനും നിങ്ങൾക്ക് വിളിയില്ല. പക്ഷെ നിങ്ങൾക്കൊരു വിളിയുള്ളത് ഇതാണ്: നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മുമ്പിൽ അഭിഷേകമുള്ള അപ്പനായി, അഭിഷേകമുള്ള അമ്മയായി, കർത്താവിൻ്റെ ശിരസിൽ ഒഴുകി വന്ന അഭിഷേക തൈലം ഏറ്റുവാങ്ങിക്കൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ജീവിതം ജീവിച്ചാൽ നിങ്ങളുടെ മക്കൾ ഇന്ന് അനുസരണം കെട്ടവരാണെങ്കിലും പതിയെ അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നിങ്ങൾ കാണുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരുപാട് ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം കൃപ തന്നിട്ടുണ്ട്. എനിക്ക് ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ അവർ പറയും, അങ്കിളെ, എത്ര നല്ല ധ്യാനം കൂടി വീട്ടിലേക്ക് ചെന്നാലും അപ്പനും അമ്മയും തമ്മിൽ അടിവയ്ക്കുന്നത് കാണുമ്പോൾ, വീട്ടിൽ അവരിരുന്ന് മ്ലേച്ഛമായ പ്രോഗ്രാമുകൾ ടെലിവിഷനിൽ കാണുമ്പോൾ, അശുദ്ധി നിറഞ്ഞ പാട്ടുകൾ ടെലിവിഷനിൽ കണ്ട് അപ്പനും അമ്മയും ആസ്വദിക്കുന്നത് കാണുമ്പോൾ ധ്യാനം കൂടി വന്ന ഞങ്ങളുടെ പരിശുദ്ധാത്മ അഭിഷേകം നഷ്ടപ്പെട്ടു പോകുന്നു അങ്കിളെ എന്ന് എത്രയോ കുഞ്ഞുങ്ങൾ പറഞ്ഞിരിക്കുന്നു. അപ്പൻ അമ്മയെ പുളിച്ച തെറി വിളിക്കുമ്പോൾ, അമ്മ തിരിച്ച് വളരെ അഹങ്കാരത്തിൻ്റെ വാക്കുകൾ മറുതലിച്ച് പറയുമ്പോൾ കുഞ്ഞുങ്ങൾ അഭിഷേകം നഷ്ടപ്പെട്ടവരായി മാറുന്നു.
പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ശിരസിലൂടെ ഒഴുകി വന്ന അഭിഷേകം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അത് ഭവനത്തിൽ ഒഴുകി മറ്റുള്ളവരിലേക്ക് വ്യാപരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇന്ന് എവിടെ ചെന്നാലും കേൾക്കുന്നത് കുഞ്ഞുങ്ങളെ പറ്റിയുള്ള നിലവിളിയാണ്. രാത്രി മുഴുവൻ എൻ്റെ മോള് ടെലിഫോണിൽ സംസാരിക്കുന്നു, അവൾക്ക് 4 ആണുങ്ങളുമായിട്ടാണ് ബ്രദറെ കണക്ഷൻ, ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അറിയത്തില്ല, മക്കളെ ഞങ്ങൾക്ക് ഇപ്പോൾ പേടിയാണ്, ഇവിടെ കൊലപാതകം നടക്കുമെന്നാണ് സംശയം. എന്തെല്ലാമാണ് മാതാപിതാക്കൾ പറയുന്നത്. പക്ഷേ ചോദ്യം ഇതാണ്, മദർ തെരേസയുടെ ജീവിതം ഞാൻ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വെച്ചു. ദൈവം നമ്മളെ ചലഞ്ച് ചെയ്യുകയാണ്. പരിശുദ്ധാത്മ അഭിഷേകം ഏറ്റുവാങ്ങി നമ്മുടെ ഭവനത്തിൽ നമ്മൾ ജീവിക്കാൻ തയ്യാറായാൽ, അത് തന്നെയാണ് നമ്മുടെ പ്രസംഗം. ദൈവം അതിന് നമ്മളെ വിളിക്കുന്നു. അഭിഷേകം നിറഞ്ഞ യേശുവിൻ്റെ അഭിഷേകം നമ്മളിലേക്ക് ഒഴുകി വരട്ടെ. രണ്ടാമതായി, കർത്താവിൻ്റെ ശിരസിൻ്റെ പ്രത്യേകത അത് മുൾമുടി അണിഞ്ഞ ശിരസാണ്. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, പട്ടാളക്കാർ അവൻ്റെ ശിരസിൽ ഒരു മുൾമുടി അണിയിച്ചു. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ശിരസിൻ്റെ പ്രത്യേകത അത് വേദന ഏറ്റെടുത്ത ശിരസാണ്, അത് സഹനം ഏറ്റെടുത്ത ശിരസാണ്. യേശയ്യായുടെ പുസ്തകം 53-ാം അധ്യായം വായിക്കുമ്പോൾ യേശുവിൻ്റെ മുഖത്ത് നോക്കിയവർ 2-ാം പ്രാവശ്യം നോക്കാതെ മുഖം തിരിച്ച് കടന്നുപോയി എന്നാണ് പറയുന്നത്. അവനെ കണ്ടവർ മുഖം തിരിച്ച് കടന്നുപോയി എന്ന് പറഞ്ഞാൽ 2-ാമത് നോക്കാൻ പറ്റത്തില്ല. നമ്മൾ ചിലപ്പോൾ ഈ ആക്സിഡൻറ്റിലൊക്കെ പറ്റി കിടക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ഒന്ന് നോക്കിയിട്ട് 2-ാമത് നോക്കാൻ പറ്റില്ല, നമ്മൾ പിന്നെ അങ്ങോട്ട് നോക്കത്തില്ല, നമുക്ക് പറ്റില്ല, അയ്യോ ഇനി നോക്കാൻ പറ്റില്ല. ഇതുപോലെയായിരുന്നു യേശുവിൻ്റെ മുഖം. അവനെ കണ്ടവർ മുഖം തിരിച്ചു എന്ന് വെച്ചാൽ ഇനി നോക്കാൻ പറ്റാത്തവണ്ണം അടിച്ചു വികൃതമാക്കപ്പെട്ട യേശുവിൻ്റെ മുഖം. പ്രിയപ്പെട്ടവരെ, എന്തിനാണെന്നറിയാമോ ഇത് ഞാനിപ്പോൾ പറയുന്നത്? നമ്മുടെ ജീവിതത്തിലും വേദനകളും സഹനങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ടാകുമ്പോൾ ചിലരെന്നോട് ചോദിക്കാറുണ്ട്, ഡോക്ടർ ജോണിന് സഹനമുണ്ടോ? എത്രയോ ആളുകളാണ് ഇത് എത്ര സ്ഥലത്ത് വെച്ചാൽ ചോദിക്കുന്നതറിയാമോ? പലർക്കും ഒരു സംശയമാണ്, എനിക്ക് സഹനമുണ്ടോ എന്നാണ് അറിയുന്നത്. എൻ്റെ സഹനം കാണാൻ നിങ്ങൾ വീട്ടിൽ വന്നാൽ മതി, വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും, സഹനം നന്നായിട്ട് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, മിക്കവാറും ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും നന്നായിട്ട് കരയേണ്ടി വരും. അതുപോലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം, നമ്മൾ 2 ദിവസം കരയുമ്പോൾ 3-ാമത്തെ ദിവസം വേറൊരു സാധനം വരും. അത് ഞാൻ പറയാം ഇപ്പം. അങ്ങനെയാണ് നമ്മുടെ ജീവിതം ദൈവം ക്രമീകരിച്ചിരിക്കുന്നത്. കാരണം ഇത് പർവ്വതങ്ങളും താഴ്വരകളുമുള്ള ഒരു പ്രദേശമാണ്. ദൈവം ഇസ്രായേൽ ജനത്തോട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന പ്രദേശം കുന്നുകളും താഴ്വരകളുമുള്ള സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ സന്തോഷവും ദുഃഖവും ഇടകലർന്നതാണ്. ദുഃഖം മാത്രമല്ല, സന്തോഷം മാത്രമല്ല, എന്നും പൊട്ടിച്ചിരിയും തമാശയും മാത്രമല്ല, ഇടയ്ക്ക് കരച്ചിൽ വരും. എന്ന് കരച്ചിൽ മാത്രമല്ല, ഇടയ്ക്ക് സന്തോഷിക്കാനും സ്ഥലമുണ്ട്. എന്നാൽ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, യേശുവിന് വേദനിച്ചെങ്കിൽ എനിക്കും നിങ്ങൾക്കും വേദനിക്കുക തന്നെ ചെയ്യും. 2 തിമോത്തി 3-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും അഥവാ വേദനയിലൂടെ കടന്നു പോകും. നിങ്ങൾ സംശയമുണ്ടെങ്കിൽ ഇന്നൊരു തീരുമാനം എടുത്ത് നോക്കിയ, ഞാൻ വചനപ്രകാരം ജീവിക്കുമെന്ന് ഇന്നൊന്ന് തീരുമാനം എടുത്ത് നോക്കിയേ. നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ ആയിരിക്കും ആദ്യത്തെ സഹനം വരുന്നത്. വീട്ടിൽ നിന്ന് തന്നെ ആദ്യത്തെ സഹനം വരും. എന്താടാ നിനക്ക് പറ്റിയെന്നാണ് ആദ്യം ചോദിക്കുന്നത്. കാരണം എന്താ പ്രശ്നം എന്നറിയാവോ? എല്ലാവർക്കും പനി പിടിച്ചിരിക്കുന്ന ഒരു ഗ്രാമത്തിൽ ഒരു വ്യക്തിക്ക് മാത്രം പനിയില്ലെങ്കിൽ ബാക്കി എല്ലാവരും അവനെ വിളിക്കുന്ന പേരാ രോഗിയെന്ന്. എല്ലാവർക്കും ഭ്രാന്തുള്ള സ്ഥലത്ത് ഒരാൾക്ക് ഭ്രാന്തില്ലെങ്കിൽ ബാക്കി എല്ലാവരും കൂടെ അവനെ വിളിക്കുന്ന പേരാണ് ഭ്രാന്തൻ. ഇതുപോലെയാണ് പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഒഴുക്കിനൊത്ത് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഒഴുക്കിനെതിരായിട്ട് നീന്താൻ, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ തീരുമാനമെടുത്താൽ വീട്ടിലുള്ള ചാച്ചനും അമ്മച്ചിയും തന്നെ ആദ്യം ചോദിക്കും, നിനക്ക് ഇന്നലെ വരെ ഇല്ലാതിരുന്ന എന്ത് കുഴപ്പമാടാ ഇന്ന് തുടങ്ങിയെന്ന് ചോദിക്കും. പീഡനം ആരംഭിക്കുകയായി. യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവൻ നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. ഒരു സർക്കാർ സ്ഥാപനം, വില്ലേജ് ഓഫീസ്, അവിടെ എല്ലാവരും കൈക്കൂലി വാങ്ങിക്കുകയാണ്. ഒരാൾ യേശുവിൻ്റെ വചനം കേട്ടിട്ട് അയാൾ മാത്രം കൈക്കൂലി വാങ്ങിക്കാതിരുന്നാൽ കൈക്കൂലി വാങ്ങിക്കുന്ന 18 പേരും കൂടെ അവനെ കൊല വിളിക്കും, അവനെ ക്രൂശിക്കും. അവനവിടെ ഇരിക്കാൻ പോലും പറ്റില്ല, നല്ലൊരു ചായ പോലും അവന് കിട്ടത്തില്ല, സമാധാനത്തോടെ ജോലി ചെയ്യാൻ സമ്മതിക്കത്തില്ല. അവൻ്റെ പീഡനം അന്ന് തൊട്ട് ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആരെപ്പറ്റിയും കുറ്റം പറയാത്ത, പരദൂഷണം പറയാത്ത ഒരു ടീച്ചർ, കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന ഒരു ടീച്ചർ, കുഞ്ഞുങ്ങളെ കാര്യമില്ലാതെ ശിക്ഷിക്കാത്ത ടീച്ചർ, ഒരുപാട് സ്നേഹിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ടീച്ചർ, ആ ടീച്ചർ ഒരു സ്കൂളിലുണ്ടെങ്കിൽ ബാക്കി ജഡികരായ ടീച്ചർമാരാണ് അവിടെ ഉള്ളതെങ്കിൽ ഈ പ്രാർത്ഥിക്കുന്ന ടീച്ചർ ഒറ്റപ്പെട്ടു പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ടാണ് ഫിലിപ്പി ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, യേശുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവനെ പ്രതി സഹിക്കാനുമുള്ള വരം എനിക്ക് ലഭിച്ചിരിക്കുന്നു. യേശുവിൻ്റെ ശിരസിൽ മുൾമുടി അടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെയും നിങ്ങളുടെ ശിരസിൽ മുൾമുടി അടിച്ചിരിക്കും. അറ്റ്ലീസ്റ്റ് 1-2 മുള്ളെങ്കിലും കയറിയിരിക്കും. ആ സമയത്ത് ഒരിക്കലും ദൈവത്തെ ചോദ്യം ചെയ്യരുത്, ദൈവത്തെ പഴി പറയരുത്, ദൈവത്തെ ചീത്ത വിളിക്കരുത്, ദൈവത്തിനെതിരായിട്ട് സംസാരിക്കരുത്.
മൂന്നാമത്തത് യേശുവിൻ്റെ ശിരസ് കിരീടമണിഞ്ഞ ശിരസ്. വെളിപാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വചനം ഇങ്ങനെയാണ് പറയുന്നത്: ഇതാ ഒരു വെൺമേഘം, വെൺമേഘത്തിൽ മനുഷ്യപുത്രനെ പോലെ ഒരുവൻ, അവൻ്റെ ശിരസിൽ ഒരു സ്വർണ്ണ കിരീടം. അല്പം മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞു യേശുവിൻ്റെ ശിരസിൽ മുൾമുടി അണിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു യേശുവിൻ്റെ ശിരസിൽ സ്വർണ്ണ കിരീടം. ഇത് തന്നെയാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്നാൽ കാണാം, 2 ദിവസം ഞാൻ വ്യക്തിപരമായിട്ടിരുന്ന് കരയുന്നു, അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാകുന്നു. 3-ാമത്തെ ദിവസം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹത്വം വരുന്നു, സന്തോഷം വരുന്നു, കണ്ണുനീര് തുടയ്ക്കപ്പെടുന്നു, ആനന്ദത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നു. സ്വർണ്ണ കിരീടം നമുക്കും കിട്ടുകയാണ്. സഭയുടെ ഒരു ഡ്യൂട്രോ കാനോനിക്കൽ പുസ്തകത്തിൽ, അതായത് എന്താണ് പറയേണ്ടത്, ഔദ്യോഗികമായിട്ടുള്ള പുസ്തകമല്ല, അതിൽ വായിച്ച ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. യേശുവിൻ്റെ ശിരസിൽ വച്ചിരുന്ന മുൾമുടി യേശുവിനെ അടക്കാൻ സമയത്ത് എടുത്തു മാറ്റി. ഇത് അന്ന് ഉണ്ടായിരുന്ന കുറച്ച് ആളുകൾ കൂടി ഈ മുൾമുടി അവിടെ നിന്ന് അടിച്ചു മാറ്റുകയാണ്. ഈ മുൾമുടി ഒരു ആശ്രമത്തിൽ കൊണ്ടുവന്ന് വയ്ക്കുകയാണ്. അപ്പോൾ ഈ മുൾമുടി ഒരു ആശ്രമത്തിൽ വയ്ക്കുമ്പോൾ എല്ലാ ദുഃഖ വെള്ളിയാഴ്ചയും ഈ മുൾമുടി ജനങ്ങൾക്ക് കാണാൻ വേണ്ടി എടുത്ത് പുറത്ത് വയ്ക്കും. അങ്ങനെ ആളുകൾ ഈ മുൾമുടി കണ്ടിട്ട് കരയും. യേശുവിൻ്റെ ശിരസിൽ വെച്ച മുൾമുടിയാണല്ലോ, എല്ലാവരും ഇതിൽ തൊട്ടുമുത്തും, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെള്ളിയാഴ്ച ഇത് ആൾക്കാർ കാണുന്നു, കരയുന്നു. ശനിയാഴ്ച ദിവസം ഇതെടുത്ത് അവിടെ തന്നെ വച്ചിരിക്കുകയാണ്. അങ്ങനെ ഞായറാഴ്ച ദിവസം ഈസ്റ്റർ അന്ന് രാവിലെ ആശ്രമത്തിലെ ഒരു അന്തേവാസി ഈ മുൾമുടി കാണാനായിട്ട് വരുമ്പോൾ അദ്ദേഹം കാണുന്നത് ഈ മുൾമുടി മുള്ളുകൾക്ക് പകരം മുഴുവൻ പുഷ്പങ്ങൾ നിറഞ്ഞിരിക്കുന്ന, പുഷ്പങ്ങൾ കൊണ്ടുള്ള ഒരു മുൾമുടിയാട്ടത് മാറിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊരു ഡ്യൂട്രോ കാനോനിക്കൽ സ്റ്റോറിയാണ്, കഥയാണ്. പക്ഷേ സത്യമല്ലായിരിക്കാം. പക്ഷെ ഇതിൻ്റെ അകത്തൊരു സന്ദേശമുണ്ട്. യേശുവിൻ്റെ ശിരസിൽ വെള്ളിയാഴ്ച വച്ച മുൾമുടി ഞായറാഴ്ച ആയപ്പോഴത്തേക്കും അത് മുഴുവൻ പുഷ്പങ്ങളായിട്ട് മാറിയിരിക്കുകയാണ്. ഇത് യേശുവിൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കുന്നു. ദുഃഖ വെള്ളിയാഴ്ച നമ്മുടെ ശിരസിൽ വരുന്ന സഹനം ശനിയാഴ്ച ദിവസവും അവിടെ തന്നെ ഇരിക്കുന്നു. ഞായറാഴ്ചയാകുമ്പോൾ അതെടുത്തു മാറ്റിക്കൊണ്ട് അഭിഷേകത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പ്രൊമോഷൻ്റെയും മഹത്വത്തിൻ്റെയും കിരീടം നമുക്ക് തരുന്നു. വെളിപാടിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ കാണാം, ഇതാ മനുഷ്യപുത്രനെ പോലെ ഒരുവൻ, അവന് പാദം വരെ നീണ്ടുകിടക്കുന്ന മേലങ്കി, അവൻ്റെ ശിരസിൽ സ്വർണ്ണക്കച്ചിയുണ്ട്, അവന് മാറോടെടുത്ത സ്വർണ്ണക്കച്ചിയുണ്ട്, അവൻ്റെ നയനങ്ങൾ തീജ്വാല പോലെ വെട്ടിത്തിളങ്ങുന്നു, അവൻ്റെ കയ്യിൽ നക്ഷത്രങ്ങളുണ്ട്, അവൻ്റെ സ്വരം പെരുവെള്ളത്തിൻ്റേത് പോലെയാണ്. പ്രിയപ്പെട്ടവരെ, മുൾമണി അണിഞ്ഞ യേശുവിനെ കുറേ വർഷങ്ങൾക്ക് ശേഷം പത്മോസിൻ്റെ ദ്വീപിൽ യോഹന്നാൻ കാണുമ്പോൾ അവൻ്റെ നയനങ്ങൾ തീജ്വാല പോലെയാണ്. അതായത് മഹത്വം കൊണ്ട് 10,000 സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങുന്ന ശിരസിൽ സ്വർണ്ണ കിരീടമണിഞ്ഞ യേശുവിനെയാണ് യോഹന്നാൻ കാണുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചാലേ ഇത് പൂർണ്ണമാകത്തുള്ളൂ. വെളിപാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം പറയാണ്, വിശുദ്ധർക്കും കിരീടങ്ങൾ കിട്ടി. വിശുദ്ധരെന്ന് പറയുന്നത് ഞാനും നിങ്ങളുമാണ്. യേശുവിന് വേണ്ടി ജീവിച്ചവരാ നമ്മൾ. ഇന്ന് ഒരുപാട് സഹനം അനുഭവിച്ചവരാണ്. പക്ഷേ അത് മാറും, എന്നിട്ട് നമുക്കും കിരീടം കിട്ടുമെന്നാണ് പറയുന്നത്. യേശുവിനെ പോലെ തന്നെ യേശു ഏതെല്ലാം അനുഭവത്തിലൂടെ കടന്നു പോയോ അതിലൂടെ എല്ലാം യേശുവിൻ്റെ മക്കളും കടന്നു പോകും. നമുക്കറിയാം, നമ്മുടെ തലയിൽ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നെങ്കിൽ 15 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ വെളിച്ചെണ്ണ വരും. നമ്മുടെ തലയിൽ നല്ലെണ്ണയാണ് ഒഴിച്ചതെങ്കിൽ അരമണിക്കൂർ കഴിയുമ്പോൾ കാലിൽ നല്ലെണ്ണ വരും. പാമോയിലാണ് ഒഴിക്കുന്നെങ്കിൽ പാമോയിൽ വരും. ഇത് സത്യമാണ്. ഇതുപോലെയാണ് യേശുവിന് എന്തെല്ലാം അനുഭവം ഉണ്ടായോ അതിലൂടെ എല്ലാം നമ്മളും ചെറുതായ രീതിയിലെങ്കിലും കടന്നു പോകുന്നു. യേശു കരഞ്ഞെങ്കിൽ നമ്മളും കരയും. യേശുവിന് കിരീടം കിട്ടിയെങ്കിൽ നമുക്കും കിരീടം കിട്ടും. യേശു മഹത്വം അണിഞ്ഞെങ്കിൽ നമുക്കും മഹത്വം അണിയും. ഈ സത്യങ്ങൾ മനസ്സിലാക്കി സഹനം വരുമ്പോൾ വെപ്രാളം പിടിക്കാതെ, അയ്യോ ദൈവം എന്നെ ഉപേക്ഷിച്ചെന്നാ തോന്നുന്നത്, ദൈവത്തിന് എന്നോടുള്ള സ്നേഹം പോയെന്നാ തോന്നുന്നത്, ദൈവം എന്നെ മറന്നെന്നാ തോന്നുന്നത്, ഇങ്ങനെ പറയാതെ എൻ്റെ സ്വർണ്ണ കിരീടം വരുന്ന നാളുകൾക്കായി ഞാൻ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നുള്ളതാണ് സ്വർഗത്തിലെ പിതാവിൻ്റെ പദ്ധതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വെളിപാട് 14:14 ഇതാ ഒരു വെൺമേഘം, വെൺമേഘത്തിൽ മനുഷ്യപുത്രനെ പോലെ ഒരുവൻ, അവൻ്റെ ശിരസിൽ ഒരു സ്വർണ്ണ കിരീടം. അതുതന്നെ മുൾമുടി എടുത്ത് മാറ്റപ്പെട്ടു, സ്വർണ്ണ കിരീടം വന്നിരിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ശിരസിലെയും മുൾമുടി എടുത്ത് മാറ്റപ്പെടും, സ്വർണ്ണ കിരീടം ദൈവം നിങ്ങളെ അണിയിക്കും. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ അഭിഷേകം ഞങ്ങളെ വ്യത്യസ്തരാക്കും. ഈ അഭിഷേകത്തിനനുസരിച്ച് ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ പതറാതെ പിടിച്ചു നിൽക്കുവാനും മഹത്വത്തിൻ്റെ കിരീടമണിയുവാനും അവിടെ നിങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കി അങ്ങയോട് ചേർന്ന് നിന്ന് അങ്ങേ ആരാധിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.